ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോഴും ഇന്ത്യൻ ഭരണഘടനയോട് ഒരു നീതിയും ഒരു സ്നേഹവും ഒരു മര്യാദയും ഇല്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് നമ്മൾ ഓരോ ദിവസങ്ങളായി കേൾക്കുന്നത്. പാവപ്പെട്ട സ്ത്രീകളെ, പ്രായപൂർത്തിയാവാത്ത കൗമാരക്കാരികളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, യാചകരെ, ക്ഷേത്ര ദർശനത്തിനെത്തിയ സ്ത്രീകളെ ഒക്കെ ഇവരെയൊക്കെ പാത്തും പതുങ്ങിയിരുന്ന് ചെകുത്താൻ കണ്ണുകളോടുകൂടി അവരെ പിടിച്ചു കൊണ്ടുപോവുകയും പലയിടത്തും കൊണ്ടുപോയി റേപ്പ് ചെയ്യുകയും കൂട്ടബലാത്സംഗം ചെയ്യുകയും ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കി അവരെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ് പലയിടത്തും നേത്രാവതി പുഴയോരത്തും തോന്നിയോടത്തൊക്കെ റബ്ബർ തോട്ടത്തിലും കാട്ടിലും മേട്ടിലും കല്ലിലും മുള്ളിലും എല്ലായിടത്തും ഒക്കെ ഇങ്ങനെ വലിച്ചെറിയുന്ന പ്രവണത വർഷങ്ങളായി തുടങ്ങിയിട്ടെന്ന് കേട്ടപ്പോൾ സത്യമറിയാലോ ഞെട്ടിപ്പോകുകയായിരുന്നു. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ, അതിനു പിന്നിൽ ആരാണ് എന്ന് ഇതുവരെയും കണ്ടെത്താൻ ഒരു നിയമവ്യവസ്ഥയ്ക്കും സാധിച്ചിട്ടില്ല. അതാണ് പറഞ്ഞത്, ഭരണഘടനയോട് അപമര്യാദയായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന, ഭരണഘടനയ്ക്ക് ഒരു പുല്ല് വില പോലും കൊടുക്കാത്ത ഉന്നതന്മാർ അവിടെ തലയിൽ മുണ്ടിട്ട് പാത്തും പതുങ്ങിയും ഇരിപ്പുണ്ട്. ചെകുത്താൻ കണ്ണുകളോടെ ചെകുത്താൻ്റെ ആ കരങ്ങൾ നീട്ടുവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതികഠോരമായിട്ടുള്ള സംഭവം അല്ലേ? ഇന്ത്യ മഹാരാജ്യത്തെ നടുക്കുന്ന സംഭവം, ഇരുട്ടു പടർത്തുന്ന സംഭവം. കൗമാരക്കാരികളെ, സ്ത്രീകളെ, കുട്ടികളെ, പ്രായപൂർത്തിയാവാത്ത സ്ത്രീകളെ, കൂടുതലും സ്ത്രീകളെ ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് ബലാത്സംഗ കൂട്ടക്കൊലകളാണ്. ഒരുപാട് സ്ത്രീകളെ, പെൺകുട്ടികളെയൊക്കെ കർണാടകയിൽ നിന്നും കാണാതായിട്ട് ഇതുവരെയും അതിനെക്കുറിച്ചൊരു തുമ്പോ തെളിവോ ഒരു രേഖ പോലുമില്ല. പോലീസ് സ്റ്റേഷനൊക്കെ വെറും നിർജീവമായി ഇങ്ങനെ ചത്ത കിളിയുടെ കൂട് പോലെ ഇങ്ങനെ അനക്കമറ്റ് കിടക്കുന്ന ഒരു കാഴ്ച. ക്ഷേത്രത്തിൻ്റെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ അറിവുകൾ വെച്ചും ഇപ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു വമ്പൻ ഒരു വാർത്തയായി ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം അങ്ങനെ മാറുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് കൂട്ടക്കൊലകൾ നടന്നിരുന്നു. അതിനുശേഷം അതിങ്ങനെ തുടർന്ന് പോവുകയായിരുന്നു. അപ്പോൾ ആ വർഷത്തിൻ്റെ കണക്കെടുത്താൽ 2002 എന്ന വർഷം ഇപ്പോഴും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നതാണ്. എന്തായിരുന്നു 2002 വർഷത്തിൽ നടന്നത്? സത്യത്തിൽ അന്ന് എന്തായിരുന്നു 2002 വർഷം ഓർത്തു വയ്ക്കേണ്ടതാണ്. നവംബർ മാസത്തിൽ മംഗലൂരിലെ ഒരു ലോഡ്ജ് മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ BM റഷീദ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. റഷീദിൻ്റെ സഹോദരൻ ബഷീർ തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ടു. ഇത് കൊലപാതകം തന്നെയാണ്, ഇത് സാധാരണ ഒരു മരണമല്ല എന്ന് അദ്ദേഹം പോലീസിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. ഇവരുടെ കുടുംബം അടക്കം പരാതിയായിട്ട് പോയി. പക്ഷെ പോലീസിന് വലിയ കൂസലൊന്നും ഉണ്ടായില്ല. പോലീസ് പറഞ്ഞു അന്വേഷിക്കാം, നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ റഷീദിൻ്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഇങ്ങനെ ലോഡ്ജ് മുറിയിൽ ഇദ്ദേഹത്തെ മരണപ്പെട്ടതായിട്ട് കണ്ടുകിട്ടുന്നത്. എന്തായിരുന്നു ഈ കുടുംബം ഇത്രയേറെ ഇത് കൊലപാതകമാണെന്ന് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരങ്ങളുണ്ട് ആ കുടുംബത്തിന് പറയാൻ. ആ കുടുംബം പറയുന്നത് റഷീദിനെതിരെ ഒരുപാട് ഭീഷണി സ്വരങ്ങൾ വരുമായിരുന്നു, ഭീഷണി കത്തുകൾ വരുമായിരുന്നു, ഫോൺ കോൾ വരുമായിരുന്നു. റഷീദിനെ കൊല്ലും എന്നുവരെ റിപ്പോർട്ടുകൾ അവരുടെ പക്കലുണ്ടെന്ന് അവർ തുറന്നു പറയുകയാണ്. എന്താണ് കാരണം? ഒരാളെ പെട്ടെന്ന് എന്ത് കാര്യത്തിന് കൊല്ലുന്നു എന്ന് ചോദിച്ചാൽ റഷീദ് കർണാടകയിലെ ആനുകാലിക പത്രമായ ലങ്കേഷ് പത്രികയുടെ ഒരു റിപ്പോർട്ടറായിരുന്നു. ലങ്കേഷ് പത്രികയുടെ റിപ്പോർട്ടറായ റഷീദ് കുറ്റാന്വേഷണ പരമ്പര തന്നെ പത്രികയിൽ കൊടുക്കുകയുണ്ടായി. ആ കുറ്റാന്വേഷണ പരമ്പര എന്ത് കാര്യത്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ അത് നമ്മളിപ്പോൾ കേൾക്കുന്ന ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രവും ക്ഷേത്ര പരിസരത്ത് കുഴിച്ചു മൂടപ്പെട്ട അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ചെയ്ത് പലയിടത്തും വലിച്ചെറിയപ്പെട്ട സ്ത്രീകളെ പറ്റിയുള്ള അല്ലെങ്കിൽ ആ സ്ത്രീകൾ അങ്ങനെ ചെയ്ത ഉന്നതന്മാരെ പറ്റിയുള്ള ലേഖനങ്ങളായിരുന്നു, ലേഖന പരമ്പരകളായിരുന്നു. അത് ആ കുറ്റാന്വേഷണ പരമ്പര നീണ്ടുപോയപ്പോൾ ഈ പാവം സ്ത്രീകളെയും കുട്ടികളെയും പ്രായപൂർത്തിയാവാത്തവരെയും കൗമാരക്കാരികളെയൊക്കെ കൊന്നു തള്ളിയവന്മാർ റഷീദിനെ തീർത്തു എന്നാണ് ഈ കുടുംബം പറയുന്നത്. അവർ ഭീഷണി സ്വരത്തിലൂടെ തന്നെ റഷീദിന് ആദ്യം ഒരു താക്കീത് കൊടുത്തിരുന്നു. പിന്നീട് അവർ കൃത്യമായ രീതിയിൽ റഷീദിനെ നോക്കിയിരുന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് ഈ കുടുംബം പറയുന്നു. അത് കൃത്യമായിട്ട് പറയാൻ കാരണം റഷീദിൻ്റെ സഹോദരൻ BM ബഷീർ ഒരു റിപ്പോർട്ടറാണ്, വാർത്താ ഭാരതിയുടെ റിപ്പോർട്ടറാണ് ഈ ബഷീർ കൃത്യമായ രീതിയിൽ പറയുന്നു, എൻ്റെ സഹോദരനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനു മുമ്പും അവരിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ ആ പരാതിപ്പെട്ടതിനോ ഒന്നും ഒരു താല്പര്യവും ഉണ്ടായില്ല. പോലീസൊക്കെ തണുപ്പം മട്ടായിരുന്നു. പലരും ചാവും, പലരും ഈ അവസ്ഥയിലൊക്കെ ചത്തിട്ടുണ്ട്, ഇനിയും ചാവും, അതൊക്കെ അങ്ങനെ കിടക്കും, പോയല്ലേ പണി നോക്ക്.
നിന്റെ സഹോദരൻ എഴുതിയ ലേഖന പരമ്പര ഞങ്ങൾ കണ്ടിരുന്നു, ശരിയാക്കി തരാം, ഇനി നീയും ചാവും കൂടുതൽ കളിച്ച. ആ രീതിയിലുള്ള ഒരു മറുപടി ആയിരിക്കാം തീർച്ചയായിട്ടും പോലീസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. കാരണം പണമുള്ളവന് വേണ്ടി നിയമം വളച്ചൊടിക്കാൻ പെട്ടെന്ന് സാധിക്കും, ഈസി ആയിട്ട് പറ്റും. ഈ ചൂരലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ, എണ്ണയൊക്കെ ഇങ്ങനെ പെരട്ടിയിട്ട് ഇങ്ങനെ വളയ്ക്കുന്ന പോലെ പണമുള്ളവന്റെ കയ്യിൽ ഏതു നിയമവും ഈസി ആയിട്ട് ഇങ്ങനെ വളഞ്ഞു കിട്ടും. അപ്പൊ ലങ്കേഷ് പത്രികയിൽ കൊടുത്തത് ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ജുനാഥ ക്ഷേത്രത്തിലെ കൊലപാതക പരമ്പരയെ പറ്റിയുള്ള കുറ്റാന്വേഷണ പരമ്പര തന്നെയായിരുന്നു. അതിൽ കൃത്യമായി ഹെഗഡെ കുടുംബത്തിനെ കൃത്യമായി ആ പരമ്പരയിൽ ചേർത്ത് വെക്കുന്നുണ്ട്. ഇവിടെ കൊല്ലപ്പെട്ടുപോയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ശവശരീരങ്ങൾ പലയിടത്തുനിന്നായി കണ്ടുകിട്ടിയ കാര്യങ്ങളൊക്കെ ലങ്കേഷ് പത്രികയിൽ റഷീദ് കൊടുത്തിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ കൊലപാതക പരമ്പര. 2002 ഈ റഷീദ് എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത്. ബഷീറിന്റെ കുടുംബത്തെ സഹായിക്കാൻ ആരുമില്ല. റഷീദിന്റെ കൊലപാതകത്തെ പറ്റി അന്വേഷിക്കാനുള്ള ഒരു ഊർജ്ജസ്വലതയും പോലീസിന്റെ ഭാഗത്തൊന്നും കാണപ്പെട്ടില്ല. ഒടുവിൽ ആ കേസിന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി വന്നു. എന്താണെന്ന് വെച്ചാൽ റഷീദ് ആത്മഹത്യ ചെയ്തതാണ്, ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്തതാണ് എന്ന ഒരു ഒരു പൊട്ട വാദം അതിൻ്റെ അകത്തു കടന്നു വന്നു. അങ്ങനെ ആ പേപ്പറിന്റെ അടിയിൽ ഒരു ശുഭം എന്ന് എഴുതി അവർ അവിടെ അവസാനിപ്പിച്ചു. അതിപ്പോൾ അങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കാലങ്ങൾ കടന്നിരിക്കുന്നു ഈ കൊലപാതക പരമ്പരകളുടെ കണ്ണികൾ മുറുകിയിട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. അന്വേഷിക്കാൻ പോയവരെയൊക്കെ തീർത്ത് കളയുകയാണ് ഇവരുടെയൊക്കെ മെയിൻ പരിപാടി. ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവന്റെ വരെ നാവറക്കുന്ന ഒരു കാലം ഇനി വരാതിരിക്കില്ല കേട്ടോ. ഇപ്പം അടുത്ത നിമിഷം തന്നെ ചിലപ്പോൾ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. സത്യം പുറത്തു വരരുത്, സത്യം ഒരു കാരണവശാലും ആരും അറിയരുത്. ഇതിനു വേണ്ടി ഇവിടെ മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പോയ സ്ത്രീകളെ പറ്റിയോ അല്ലെങ്കിൽ കുട്ടികളെ പറ്റിയോ ഉള്ള ഒരു കാര്യങ്ങളും ആരും അറിയരുത്. ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഈ ഭൂമിക്കാണ് നിന്റെയൊക്കെ സ്ഥാനം. ഇപ്പൊ ഇവരുടെയൊക്കെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ആ കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഭാഗവും അവിടുത്തെ ഇവരുടെ അധീനതയിലുള്ള സ്ഥലങ്ങളൊക്കെ ഒരു രാജ്യമായിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. ഇന്ത്യ എന്ന ആ മഹാരാജ്യം ഇവരുടെയൊക്കെ ആ പ്രദേശത്തിന് പുറത്തായിട്ടാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങൾ, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോളണം, തിന്നുന്നത് ഞങ്ങൾ പറയുന്നതായിരിക്കണം, ഇനി തൂറിക്കളയുന്നതും ഞങ്ങൾ പറയുന്നത് പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പാഠം പഠിപ്പിക്കും. ആ തരത്തിലുള്ളൊരു ഗുണ്ടാ വിളയാട്ടം. സത്യത്തിൽ നമ്മളൊക്കെ വെറും ശിശുക്കളാണെന്ന് എനിക്ക് തോന്നുന്നത്, പുഴുക്കളാണ്. ഈ പൊതുജനം എന്ന് പറയുന്നുണ്ടല്ല, അവരെല്ലാവരും ഒരു പുഴുക്കളായിട്ടാണ് ഇവരൊക്കെ കാണുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാർ കാണുന്നത് അല്ലേ. നമുക്കൊക്കെ ആകെ ഉള്ള ഒരു അധികാരം എന്ന് പറഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അധികാരം മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിണ്ടണ്ട, പിന്നെ ഒരു അക്ഷരം മിണ്ടരുത്, ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും ഇല്ല. എവിടെയെങ്കിലും ഇവരൊക്കെ തരുന്ന വലിച്ചെറിഞ്ഞിടന്ന എച്ചില് തിന്ന് ജീവിച്ചോളണം. ഇവരൊക്കെ കഴുത്ത് പിരിക്കാനായിട്ട് ഇങ്ങനെ കൈ നീട്ടി വരുമ്പോൾ കഴുത്ത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് അവരുടെ അടിമയായിട്ട് ആ കഴുത്ത് പിരിച്ചലിൽ അവിടെ വീണ് പെടഞ്ഞ് ചാവണം. ഒരു പുഴു ജീവിതമാണ് ബാക്കിയുള്ള ജനങ്ങൾക്കൊക്കെ ഇവർ കണ്ടിട്ടുള്ളത്. ഇവിടെ കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടുന്നവര് ഉന്നതന്മാര് കണ്ടിട്ടുള്ളത് പൊതുജനത്തിനെ പൊതുവായിട്ട് കണ്ടിട്ടുള്ളത് ഒരു പുഴുവായിട്ട് മാത്രമാണ്. ഈ ലങ്കേഷ് പത്രിക എന്ന് പറയുന്ന കർണാടകയിലെ ഈ ആനുകാലിക പത്രത്തിന്റെ റിപ്പോർട്ടർ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടതും ഇതേ ഒരു സാഹചര്യത്തിലൂടെയാണെന്ന് നോക്കി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലും ഇവർ തന്നെ ആയിരിക്കുമോ എന്നൊരു വലിയൊരു ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ എന്തായാലും കേസിന്റെ ഒരു ആരംഭഘട്ടത്തിൽ ഇങ്ങനെ വിദഗ്ധമായിട്ട് പഠിച്ച് ഞാൻ പഠിക്കൽ മാത്രം ഉണ്ടാവുള്ളൂ തോന്നണം ഈ കണക്കിന്. 2017 സെപ്റ്റംബർ 5 2017 റഷീദ് കൊല്ലപ്പെടുന്നത് 2002 2017 ഗൗരി ലങ്കേഷ്, ഈ ലങ്കേഷ് പത്രികയുടെ എഡിറ്റർ ആയിരുന്ന ഗൗരി ലങ്കേഷ് മൂന്ന് പേരുടെ വെടിയേറ്റ് രാജരാജേശ്വരി നഗറിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ കൊലപാതക പരമ്പര ഗൗരി ലങ്കേഷ് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടായിരിക്കാം ഗൗരി ലങ്കേഷിനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണമെന്നുള്ളവരുടെ വാശിയായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടാ. അങ്ങനെയുള്ള ഇപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ വിദഗ്ധ സംഘങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. ഇവരുടെ അന്വേഷണം ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ ഇത്തരം കൊള്ളരായ്മകളൊന്നും വെച്ച് പുറപ്പിക്കാൻ പാടില്ല. മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറന്നെങ്കിൽ മനുഷ്യനായിട്ട് തന്നെ ഈ ഭൂമിയിൽ നിന്നും മരിക്കുന്ന കാലം വരെ സത്യത്തിനൊപ്പമാണ് ഞാൻ നിലനിൽക്കുന്നുള്ള പൂർണ്ണ ബോധമുള്ള ഒരു മനുഷ്യൻ അവിടെ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഈ അന്വേഷണ വിഭാഗത്തിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ മതി, 1000 പേരൊന്നും വേണ്ട, ഒരാൾ മതി. ഒറ്റക്ക് നിന്ന് പോരാടി ഇതിനെയൊക്കെ പുറത്ത് ചാടിക്കും, അത് ഉറപ്പാണ്.
പക്ഷെ വേറൊരു വസ്തുതയും കൂടിയുണ്ട്. ഇപ്പൊ ഇത്രയും വലിയ സംഭവം ഇങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അതറിഞ്ഞ ഭാവം നടിക്കാത്ത കുറേ മനുഷ്യര് നമുക്കൊപ്പം ഉണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതങ്ങനൊക്കെ നടക്കും. ഞങ്ങളോട് കളിച്ച് ഞങ്ങൾ പണി കൊട്ടക്കും, ഞങ്ങള് ഞങ്ങളുടെ അടുത്താണ് പണി, ഞങ്ങൾ തരട മോനെ എന്ന് പറഞ്ഞ് ഇതൊരു ഫാൻസ് പോലെ. അതായത് ഈ കൊലപാതകം ചെയ്ത് കൂട്ടുന്ന അവരെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന തരത്തിലുള്ള ആളുകളും ഈ പറഞ്ഞ ഭൂമിയുടെ മുകളിൽ തന്നെ നിവർന്ന് നിൽപ്പുണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. പക്ഷെ ഞാനൊരു കാര്യം വീണ്ടും എടുത്തു പറയാനിട്ടാ, ഉത്തമനായിട്ടുള്ള ഒരു പോരാളി മതി, ഒരേ ഒരു മനുഷ്യൻ മതി. അവൻ നേരോടുകൂടി നിർഭയം സഞ്ചരിക്കുന്നു, അവൻ സത്യത്തിനെ മുറുകെ പിടിക്കുന്നു. ഈ മനുഷ്യരെല്ലാം ഞാനും കൂടി ജീവിക്കുന്ന ഈ ഭൂമിക്ക് മുകളിൽ നിന്നാണ് മൺമറഞ്ഞു പോയത്. അവരെയെല്ലാം ഇല്ലാതാക്കിയവന്മാർ ഇവിടെ സുഖിച്ചു വാഴുന്നു. അങ്ങനെ വാഴാൻ പാടില്ല. സത്യം തെളിയണം, സത്യം നിവർന്നു നിൽക്കണം, പാവപ്പെട്ടവർക്ക് നീതി ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു ആൾ മതി ഇവരെ എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ. പൊതുജനത്തിനെ കഴുതകളാക്കി തീർക്കുന്ന, പുഴുക്കളാക്കി മാറ്റുന്ന, വെറും പുഴുക്കളാക്കി തീർക്കുന്ന, നാറിയവരാക്കി മാറ്റുന്ന, നശിച്ചവരാക്കി മാത്രം സങ്കല്പിച്ച് നിലനിർത്തുന്ന ആ മേൽക്കോയ്മയിൽ നിൽക്കുന്നവരുടെ ആ കൊട്ടാരം അങ്ങോട്ട് തകർന്നു വീഴും, അത് ഉറപ്പാണ്. എത്ര വലിയ കള്ളക്കഥകളും അസത്യങ്ങളും കെട്ടിപ്പൊക്കിയാലും ഒരിക്കലും അതൊന്നും ഇവിടെ വില പോകില്ല. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, കാലം അങ്ങനെയാണ് തെളിയിച്ചിട്ടുള്ളതും.